class. Previous days we discussed the English book, textbook, part 1 is over. Today we are going to discuss unit 4, that is Dawn of Hope, Pradikshayude Prabhatham. Here first topic that is entitled as The Jungle Air Crash by Julian Kopke. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഭാഗം 1 ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രണ്ടാം ഭാഗമാണ്. അതിലെ 4ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഡൗൺ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ പ്രഭാതം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടോപ്പിക് ദ ജംഗിൾ എയർ ക്രാഷ്, എഴുതിയുള്ളത് ജൂലിയൻ കോപ്കെയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ലെറ്റ് us start. First of all, we can familiar with the writer Julian Kopke. Julian Diller was born on 1954. Alias Julian Margaret Kopke is a German biologist born in Peru. 1954 ഒക്ടോബർ 10 ജനിച്ച ജൂലിയൻ അവരൊരു ജർമ്മൻ ബയോളജിസ്റ്റ് ആയിരുന്നു. മാത്രമല്ല പെറുവിലായിരുന്നു അവരുടെ ജനനം. She is best known as the sole survivor among 92 passengers and crew in the 24 December 1971 crash of Lanza Flight 508 in the Peruvian rainforest. 1971 ഡിസംബർ 4 ഒരു വിമാന അപകടമുണ്ടായി. 508 ലാൻസ ഫ്ലൈറ്റ് 508 എന്നുള്ള വിമാനത്തിലായിരുന്നു യാത്ര ചെയ്തത്. 92ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അവരിൽ ഒരേ ഒരു രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജൂലിയൻ. അപ്പോൾ അവരുടെ ഒരു മെമ്മോറാണിത്. മെമ്മോർ എന്നാൽ ഒരു ഓർമ്മക്കുറിപ്പാണത്. വെൻ ഐ ഫെൽ from the sky is an international best seller and is a gripping account of a harrowing adventure and an inspiring life. ഇതൊക്കെ അവരുടെ കൃതികളാണ്. Go through the story. Come on. Now let's read the survival story of 16-year-old girl called Julian Kopke. 16 വയസ്സ് പ്രായമുള്ള ജൂലിയൻ എന്ന് പറയുന്ന പെൺകുട്ടി അതിജീവനത്തിൻ്റെ കഥയാണ് ഇത്. അപ്പോൾ നമുക്കിത് വായിക്കാം. The way she handled a dangerous situation exemplifies the matchless power of the human mind. അപ്പോൾ അവർ ആ ഒരു അപകടം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തെ അവരുടെ എക്സംപ്ലിഫൈസ്, ഉദാഹരണ സഹിതം ആ ഒരു അപകടാവസ്ഥയെ അവർ തരണം ചെയ്തു. മാച്ച്ലെസ് പവർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, അതുല്യമായിട്ടുള്ള ഒരു ശക്തി, ഒരു മാനവിക ശക്തി അവർ കിട്ടേണ്ടായി. ദ വിൽ പവർ, ഇച്ഛാശക്തി, മാനസിക ശക്തി അവർ കിട്ടേണ്ടായി. ടു വിത്ത് സ്റ്റാൻഡ് ആൻഡ്, പ്രതിരോധിച്ചു അവർ. ഓൾ ഓഡ്സ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ടു സക്സീഡ്, അങ്ങനെ അവർ പ്രതിരോധിച്ചു. അവരുടെ ഒറ്റപ്പെട്ടുള്ള അവരുടെ ദൃഢനിശ്ചയവും എല്ലാം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ആ സമയത്ത് വിജയിച്ചു. അപ്പോൾ ആ ജീവിത വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ മെമ്മോറാണ് ഈ ഒരു ജംഗിൾ എയർ ക്രാഷ്, ഈ വനത്തിലെ വിമാനാപകടം എന്നുള്ള ഈ ഒരു പാഠഭാഗം. ഇതൊരു മെമ്മോറാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. കവിത്ര അവരുടെ സ്വന്തം വ്യൂ വെച്ചുകൊണ്ടാണ്, അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. I have always enjoyed flying. ഞാൻ എപ്പോഴും ഇത് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ആസ്വദിച്ചിരുന്നു. My mother and I boarded Lanza Airlines flight 8 as I had just finished secondary school in Lima. ലിമയിലെ സെക്കൻഡറി സ്കൂളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ അമ്മയും ലാൻസയിലെ എയർലൈൻ ഫ്ലൈറ്റ് 508 എന്ന ആ ഒരു വിമാനത്തിൽ ഞങ്ങൾ കയറി. And we wanted to spend Christmas with my father in our jungle hut. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ കാട്ടിലെ ആ കുടിൽ വെച്ചിട്ട് ക്രിസ്മസ് ചെലവഴിക്കണമായിരുന്നു. ഡാഡി ആൻഡ് എക്കോളജിസ്റ്റ്, അച്ഛൻ എന്താണ്? എക്കോളജിസ്റ്റ്, ഒരു പരിസ്ഥിതിവാദിയാണ്. എക്കോളജിസ്റ്റ് മീൻസ് പരിസ്ഥിതിവാദി. ആൻഡ് മദർ ആൻഡ് ഓർണിത്തോളജിസ്റ്റ്, എൻ്റെ അമ്മയോ ഒരു പക്ഷി ശാസ്ത്രജ്ഞയായിരുന്നു. held professorship at San Marcos University in Lima. ലിമയിലെ സാൻ മാർക്കോ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണ പദവി, പ്രൊഫസർഷിപ്പ് ഒക്കെ അവർ കരസ്ഥമാക്കിയത്. ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ വേർ ദേ ക്യാരിഡ് ഔട്ട് റിസർച്ച്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു റിസർച്ച് പര്യവേക്ഷണം നടത്തുന്ന സമയത്ത് ധാരാളം സമയം ഞങ്ങൾ കാട്ടിൽ ചെലവഴിച്ചിരുന്നു, കാട്ടിലെ ആ കുടിലിൽ ചെലവഴിച്ചിരുന്നു.
This is the first passage. Second one, I was sitting in the third row of the seats from the rear next to the window. വിൻഡോയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, ആദ്യത്തെ മൂന്നാമത്തെ നിരയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ജനലിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ നിന്ന് ഏകദേശം മൂന്നാമത്തെ വരിയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. മദർ സാറ്റ് ബിസൈഡ് മീ. എൻ്റെ തൊട്ടടുത്ത് തന്നെ ആരിരുന്നത്? എൻ്റെ അമ്മയും ഇരുന്നത്. ബിസൈഡ് അരികിൽ, അടുത്ത്. ആൻഡ് എ മാൻ വി ഡിഡിൻ നോ ഓൺ ദ ഐസിൽ ഇടനാഴി, ഇടയിൽ അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ. എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ആയിരുന്നു. ദ ടേക്ക് ഓഫ്, ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് എയിൻസ്. ടേക്ക് ഓഫ്, അങ്ങനെ വിമാനം പുറപ്പെട്ടു, പറന്നു, ഉയർന്നു പൊങ്ങി, അങ്ങനെ മഞ്ഞൊക്കെ കവർ ചെയ്തിരിക്കുന്ന അവിടെയിലൂടെ കടന്നു. എയിൻസ് അല്ലേ, ആ ഒരു സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ്, ദ സ്മൈലിംഗ് സ്റ്റെവാർഡ്സസ്, ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറൈസൺ. അപ്പോൾ അവിടെ എല്ലാവരും പ്രത്യേകിച്ച് ചിരിച്ചുകൊണ്ട് സ്റ്റെവാർഡസ്, പരിചാരക, അവരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. വന്നുകൊണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റൊക്കെ നൽകി. ഈ സമയത്ത് വിമാനം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നു, പറന്നുകൊണ്ടിരിക്കുന്നു. ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ദ ലാസ്റ്റ് ടു ദ ഹൊറൈസൺ. അങ്ങനെ വിശാലമായ സ്ട്രെച്ചിങ്, വിശാലമായിട്ടുള്ള ആ കാട്ടിലൂടെ, പച്ച കാട്ടിൻ്റെ മുകളിലൂടെ ഇതിങ്ങനെ കിഴക്കൻ ചക്രവാളത്തോടെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്, പാറിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വർ റീഡിങ് ഓർ ചാറ്റിംഗ്, എവറി വൺ വാസ് ഇൻ എ ഹോളിഡേ മോഡ്. പല ആളുകളും പത്രം വായിക്കുന്നുണ്ട്, ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. എന്ന് വെച്ചാൽ ഹോളിഡേ കഴിഞ്ഞ്, അവധിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭാവത്തിലാണ് ഉള്ളത്, അതിൻ്റെ ഒരു ഹാങ് ഓവറാണ് എല്ലാവരും ഉള്ളത്. ഇൻ ക്ലിയർ വെദർ, ദ ഫ്ലൈറ്റ് ഫ്രം ലിമ ടു പുക്കൽപ്പ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. ഇപ്പോൾ തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. ദ ഫ്ലൈറ്റ് ഫ്രം ലിമയിൽ നിന്ന് പുക്കൽപ്പയിലേക്കാണ് ഈ ഒരു വിമാനയാത്ര. ഏതായാലും അത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പുക്കൽപ്പ എന്ന് പറയുന്നത്. ബട്ട് 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ്, അങ്ങനെ ഉയർന്നു പൊങ്ങിയതിന് ശേഷമുള്ള 30 മിനിറ്റുകൾക്ക് ശേഷം, വെൻ വി വർ ദ ജംഗിൾ, ഞങ്ങളിപ്പോൾ ഏകദേശം കാടിന് മുകളിലാണുള്ളത്. വിസിബിലിറ്റി ഡിമിനിഷ്ഡ്, കാഴ്ചയ്ക്ക് ഇങ്ങനെ മങ്ങി തുടങ്ങി. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ എ ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. പെട്ടെന്നാണ് ഒരു കൊടുങ്കാറ്റിങ്ങനെ വന്ന് ഇടിച്ചത്, കുലിക്കത്. ആൻഡ് ദിസ് ടൈം, ഈ സമയത്ത്, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. മുൻപേയുള്ള അനുഭവത്തിൽ നിന്നും ഒരു വേറിട്ട, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആ സമയത്ത്, ആ ദിവസം, അന്ന് ഉണ്ടായി. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ടു നൈറ്റ് അറൗണ്ട് അസ്. പെട്ടെന്ന് അവിടെ എല്ലായിടത്തേക്കും വെളിച്ചം പോയി, ഒരു ഇരുട്ടിങ്ങനെ എല്ലായിടത്തേക്കും പരന്നു. ഞങ്ങളുടെ ചുറ്റും ഇരുട്ടിങ്ങനെ വ്യാപിച്ചു. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിങ് ഇൻസെസൻ്റ്ലി ഫ്രം ഓൾ ഡയറക്ഷൻസ്. ലൈറ്റ്നിങ്, മിന്നലിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മിന്നി മാറുന്നുണ്ട്. ഇൻസെസൻ്റ്ലി, സ്ഥിരമായിട്ട്, സ്ഥിരതയില്ലാത്ത രൂപത്തിൽ സ്ഥിരമായി കൊണ്ടിങ്ങനെ എല്ലാ ഡയറക്ഷൻ, ദിക്കുകളിൽ നിന്നും ഇങ്ങനെ, എല്ലാ ദിക്കുകളിൽ നിന്നും ഇങ്ങനെ ഇടിമിന്നലിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അറ്റ് ദ സെയിം ടൈം, അതേസമയം, ആൻഡ് ഇൻവിസിബിൾ പവർ ബിഗാൻ ടു ഷേക്ക് എയ്റോപ്ലെയിൻ ആസ് ഇഫ് ഇറ്റ് വർ എ പ്ലേത്തിങ്. അതേസമയം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അദൃശ്യ ശക്തി പെട്ടെന്ന് ഞങ്ങളുടെ എന്തോ ഒരു കളിപ്പാട്ടത്തെ പിടിച്ച് കുലുക്കുന്നത് പോലെ. ഓക്കെ, ഇപ്പോൾ ഇതൊരു സിമിലിക്ക് ഉദാഹരണമാണ്. ഓക്കെ, പീപ്പിൾ ക്രൈഡ് ഔട്ട് ആസ് ഒബ്ജക്ട്സ് ഫെൽ ഓൺ ദെയർ ഹെഡ്സ്. ആളുകളിങ്ങനെ കരയാൻ തുടങ്ങി. ചില വസ്തുക്കൾ, സാധനങ്ങൾ അവരുടെ തലയിലേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആളുകൾ കരയാൻ തുടങ്ങി. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്തിങ് റെയിൻഡ് ഡൗൺ ഹാർഡ് ഓണേഴ്സ്. അങ്ങനെ ചില പാക്കറ്റുകൾ, പൊതികൾ, പൂക്കൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ, ചില കുപ്പായങ്ങൾ, ചില വസ്ത്രങ്ങൾ, അതിങ്ങനെ മുകളിലൂടെ എന്തിനിങ്ങനെ തലയിലേക്ക് ഇങ്ങനെ പറന്നു വന്നു. സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ് സോഡ് ത്രൂ ദ എയർ. സാൻഡ്വിച്ചിൻ്റെ ട്രേ, ആ പാത്രവും ബാഗുകളൊക്കെ ഇങ്ങനെ കാറ്റിലിങ്ങനെ പറന്ന് പൊങ്ങാൻ തുടങ്ങി. പീപ്പിൾ വർ ഫ്രൈറ്റൻ. ഇത് കണ്ടപ്പോൾ എല്ലാ ആളുകളും ഭയത്തിലായിരുന്നു. ദേ സ്ക്രീംഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ. അവർ ഉച്ചത്തിൽ അലറിക്കൊണ്ട് കരയാൻ തുടങ്ങി. ഔട്ട്സൈഡ് ഐ സോ എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദ റൈറ്റ് ഷിൻ. പെട്ടെന്നാണ് ഞാനൊരു തരത്തിലുള്ള തെളിഞ്ഞ ഒരു മഞ്ഞ വെളിച്ചം, ഒരു തീക്കണം, ഒരു ജ്വാല അവിടെ ഇങ്ങനെ കണ്ടത്. അത് അവർ വിമാനത്തിൻ്റെ ചിറകിൻ്റെ വലതുഭാഗത്താണ് അത് കണ്ടത്. ഐ വാസ് ബ്ലൈൻഡഡ് ബൈ ദാറ്റ് ബ്ലേസിംഗ് ലൈറ്റ്. ആ സമയത്ത് ആ ഒരു വെളിച്ചം കണ്ടോടുകൂടി എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അന്ധമായി. എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചം കാണുന്ന സമയത്ത് പെട്ടെന്ന് തീവ്രമായിട്ടുള്ള പ്രകാശം കാണുമ്പോൾ, കഠിനമായിട്ടുള്ള പ്രകാശം കാണുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ നമ്മുടെ കണ്ണിങ്ങനെ ഇരുട്ട് വന്ന പോലെയാവും. അപ്പം അതുപോലെ അവർക്കും അനുഭവപ്പെടുകയാണ്. വൈൽ അറ്റ് ദ സെയിം ടൈം, അതേസമയം, ഐ ഹിയർഡ് മൈ മദർ സേയിങ് ക്വൈറ്റ് കാംലി. അമ്മ എന്തോ പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ അമ്മ പറയുന്നതാ? നൗ ഇറ്റ് ഈസ് ഓൾ ഓവർ. ഇപ്പോൾ എല്ലാം തീരും.
An instant later, there was a violent shaking and I found myself outside the plane. പെട്ടെന്ന് ഒരു വളരെ വന്യമായ രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു കുലുക്കത്തോട് കൂടിയിട്ട് ഞാൻ കണ്ടു മൈസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. പെട്ടെന്ന് ഞാൻ വിമാനത്തെ പുറത്ത് നിൽക്കുന്ന പോലെ കാണുകയാണ്. ദ പ്ലെയിൻ ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്, അങ്ങനെ ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്, ഇപ്പോൾ ഇതിൽ നിന്നിങ്ങനെ ഞാൻ മാറിപ്പോകുന്ന പോലെ. ഇറ്റ് ഈസ് സ്റ്റിൽ സ്റ്റാബ്ഡ് ഇൻ ടു മൈ സീറ്റ്, അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോഴും ആ സീറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത്, ചുറ്റി വരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. ഇൻ ടു മൈ സീറ്റിൽ ഇങ്ങനെ വരുന്നത് പോലെ. ബട്ട് ഐ വാസ് എലോൺ ആൻഡ് ഐ വാസ് ഫാളിങ്. അങ്ങനെ സീറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഞാനിങ്ങനെ സീറ്റിൽ ആ ഒരു ബെൽറ്റോട് കൂട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ അതോട് കൂടിയിട്ട് ഞാൻ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഐ ക്യാൻ റിമെമ്പർ ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. ആ സമയത്ത് എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ സമയങ്ങളിൽ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഐ റിമെമ്പർ തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ഡ് ലൈക്ക് കോളിഫ്ലവേഴ്സ്. അങ്ങനെ തിരിഞ്ഞുകൊണ്ട് വീഴുന്ന സമയത്ത് എനിക്ക് താഴെയുള്ള മരങ്ങൾ കാണാൻ പറ്റി. എന്തിനെ പോലെ? ലൈക്ക് എ കോളിഫ്ലവർ പോലെ ആ മരങ്ങൾ ഇങ്ങനെ കാണപ്പെടും. കാരണം വളരെ ദൂരത്തു നിന്ന് താഴെ ഉള്ള മരങ്ങൾ കാണുന്നത് ചെറിയ കോളിഫ്ലവർ പോലെയാണ്. അപ്പോൾ അതുപോലെ തോന്നി. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ്. അതോട് കൂടിയിട്ട് പിന്നെ അതിന് ശേഷം എൻ്റെ ബോധം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അബോധാവസ്ഥയിലായി. ഇറ്റ് വാസ് സ്റ്റിൽ ലൈറ്റ് വെൻ ദ റെയിൻ വോക്ക് അപ്പ് മീ. അപ്പോഴും വെളിച്ചമുണ്ടായിരുന്നു. അങ്ങനെ മഴയാണ് എന്നെ ഉണർത്തിയത്. വോക്കപ്പ് ഉണർത്തി. ഐ വാസ് ലൈയിങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 seats ടേൺഡ് അപ്സൈഡ് ഡൗൺ. തലക്കിഴയും പറഞ്ഞിരിക്കുന്ന 3 സീറ്റുകളുടെ അടിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ കിടക്കുകയായിരുന്നു. ദർ വാസ് നോ സൈൻ ഓഫ് മൈ മദർ. അവിടെ അമ്മയുള്ളതിൻ്റെ യാതൊരു സൂചനയും കാണുന്നില്ല. ഓഫ് എനി അതർ പാസഞ്ചേഴ്സ്, മറ്റുള്ള യാത്രക്കാരെയും കാണുന്നില്ല. ഓർ ഓഫ് ദ പ്ലെയിൻ, എന്തിന് വിമാനത്തിൻ്റെ പോലും ഒരു പൊടി പോലും അവിടെ കാണുന്നില്ല. ഓൾ ഐ കുഡ് ഹിയർ വേർ ദ ഫ്രോഗ്സ് ക്രോക്കിംഗ്, തവളയുടെ കരച്ചിൽ. അവിടെ കേൾക്കാൻ പറ്റുന്ന ശബ്ദം തവളകളുടെ കരച്ചിൽ മാത്രമാണ്. ആൻഡ് ദ റെയിൻ, മഴയും. ഐ ഹാഡ് എ ബംപ് ഓൺ മൈ ഹെഡ് ആൻഡ് എ ഗ്യാഷ് ഇൻ മൈ ഫൂട്ട്. ബംപ്, ആഘാതം, വീക്കം. ഇപ്പോൾ എവിടെയോ ഇടിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അല്ലേ, ഗ്യാഷ്, മുറിവ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീക്കം വന്നിട്ടുണ്ട് അല്ലേ എൻ്റെ തലയിൽ. അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാഷ്, മുറിവ്, വീക്കം എനിക്ക് കാണാമായിരുന്നു. ഐ ഫെൽറ്റ് നോ പെയിൻ. അങ്ങനെ മുറിവുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ കുഡിൻറ്റ് മസ്റ്റർ ദ എനർജി ടു മൂവ് ആൻഡ് ലുക്ക് അറൗണ്ട്. മസ്റ്റർ, ഒന്നിച്ച് കൂട്ടുക. തീർച്ചയായിട്ടും സമയത്ത് എല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഊർജ്ജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് അല്ലേ അനങ്ങാനോ ചുറ്റും നോക്കാനോ കഴിഞ്ഞില്ല. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. എന്താ ഞാൻ ഇങ്ങനെ നോക്കി ചുറ്റും. ദസ് ഐ സ്പെൻഡ് ദ വോൾ നൈറ്റ് ലൈയിങ് അണ്ടർ ദ സീറ്റ് ഹാഫ് സ്ലീപ്പ് ഇൻ ഷോക്ക്. അങ്ങനെ ആ സമയത്ത് ആ ദിവസം രാത്രി അതേ രൂപത്തിൽ താഴെ തലക്കീഴായിട്ടുള്ള സീറ്റിൻ്റെ അടിയിൽ ഞാനിങ്ങനെ പാതി ഉറക്കത്തിൽ, ഷോക്ക് ഞെട്ടിത്തെരിച്ചുകൊണ്ട് ഇങ്ങനെ പാതി ഉറക്കത്തിലായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ ക്രൗൾഡ് ഔട്ട് സ്ലോലി ബിക്കോസ് എവറിത്തിങ് സ്വാം ഡിസ്ലി ബിഫോർ മീ. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ക്രൗൾഡ് ഔട്ട് സ്ലോലി, ഞാനിങ്ങനെ പതിയെ ഇങ്ങനെ പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. ബിക്കോസ് എവറിത്തിങ് സ്വാം ഡിസ്ലി ബിഫോർ മീ. ഡിസ്ലി, തല ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നി. എന്തായാലും ആ തല ചുറ്റുന്ന സമയത്ത് ഒരു ഇത് ഞാൻ പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. ഐ സോ എ സ്മോൾ പാക്കേജ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ആ സമയത്ത് ഞാൻ ചെറിയൊരു പൊതി കണ്ടു. അത് തുറന്നു. ഇറ്റ് കണ്ടെയ്ൻഡ് സം സ്വീറ്റ്സ് ആൻഡ് എ ക്രിസ്മസ് കേക്ക്. അതിൽ കുറച്ച് മധുരപലഹാരങ്ങളും ക്രിസ്മസ് കേക്കൊക്കെ ആയിരുന്നു ആ ഒരു പൊതിയിൽ ഉണ്ടായിരുന്നത്. ഐ ടേസ്റ്റഡ് ദ കേക്ക് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ്. കേക്ക് ഞാൻ രുചിച്ചു, ഞാൻ കഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ഇറ്റ് വാസ് സോക്കിംഗ് വെറ്റ് ആൻഡ് റിവോൾട്ടിങ്. എന്ന് വെച്ചാൽ അത് ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട് അല്ലേ, നനഞ്ഞ് കുതിർന്ന രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ദെൻ ഐ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. അതിനുശേഷം ഞാൻ വലിയ നീണ്ട വടിയെടുത്തു. വിത്ത് വിച്ച് ടു പ്രോബ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് സ്നേക്സ്. അങ്ങനെ എല്ലാം വകഞ്ഞു മാറ്റി പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധാപൂർവ്വം നോക്കാൻ വേണ്ടി, അവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വടിയെടുത്തത്. പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ്. പാമ്പുകൾ മാത്രമല്ല, വിഷച്ചിലന്തികളും ഉറുമ്പുകളൊക്കെ ഉണ്ട്. അവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വടി പിടിച്ചത്. മൈ പാരൻസ് ഹാഡ് ടോട്ട് മീ അബൌട്ട് ദ പെരിൽസ് ഓഫ് ദ ജംഗിൾ ഇൻ ദ ഇയേഴ്സ് വി ഹാഡ് ലിവ്ഡ് ഇൻ ഇറ്റ്. അങ്ങനെ കാട്ടിൽ ജീവിച്ച സമയത്ത് വർഷങ്ങളോളം ജീവിച്ച സമയത്ത് എന്നോട് എൻ്റെ രക്ഷകൾ പറഞ്ഞിരുന്നു, എന്നെ പഠിപ്പിച്ചിരുന്നു, ഇത്തരത്തിൽ പെരിൽസ്, ആപത്ത് വരികയാണെങ്കിൽ, കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ബിഗ് അനിമൽസ് ദാറ്റ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് ദ സ്നേക്സ് ആൻഡ് ദ ഇൻസെക്ട്സ്. അതായത് അവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു, പഠിപ്പിച്ച കാര്യം ഇതായിരുന്നു, ആപത്ത് നിറഞ്ഞ ഘട്ടം ഇതായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ വലിയ മൃഗങ്ങളല്ല പേടിക്കേണ്ടത്, ചെറിയ
പാമ്പിനെയും ചെറു പ്രാണികളെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അപകടകാരികൾ, അവരെയാണ് പേടിക്കേണ്ടത് എന്നുള്ള കാര്യം എൻ്റെ രക്ഷിതാക്കൾ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇൻസെക്ട്സ്, ചെറു പ്രാണികൾ. ഫീലിംഗ് അഹെഡ് വിത്ത് ദ സ്റ്റേക്ക് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ. അങ്ങനെ എനിക്ക് തലവേദനിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വടിയുമായിട്ട്. ആ സമയത്ത് ഞാൻ അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്. അങ്ങനെ എനിക്ക് തല ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും, അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. 2 സംഭവം നടക്കുന്നുണ്ട്, സോതാര വെച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. വെച്ചാൽ ഒരേ സമയം 2 കാര്യം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തല കറക്കം ക്ഷീണമുണ്ട്, അതുകൊണ്ട് അവർക്ക് എന്ത് വേണം, റെസ്റ്റ് വേണം. അപ്പോൾ തലകറക്കമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും റെസ്റ്റ്, വിശ്രമം അനിവാര്യമായിരുന്നു. ആഫ്റ്റർ അവേഴ്സ് ഓഫ് പോക്കിംഗ് അറൗണ്ട് ഐ ഹിയർഡ് ജെൻറ്റിൽ സ്പ്ലാഷിംഗ് നിയർ ബൈ. മണിക്കൂറുകൾ കഴിഞ്ഞു, അതിന് ശേഷം പോക്കിംഗ് റൗണ്ട്, പുറത്തേക്ക് തലയിടുക. ഓക്കെ, ഐ ഹിയർഡ് ജെൻറ്റിൽ സ്പ്ലാഷിംഗ് നിയർ ബൈ, തൊട്ടപ്പുറത്ത് നിന്ന് വെള്ളത്തിൻ്റെ കുതിപ്പ്, വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ആൻഡ് ഡിസ്കവർഡ് എ ടൈനി ബ്രോഗ്, അതൊരു ചെറിയ അരുവിയായിരുന്നു. മൈ പാരൻസ് ഹാഡ് ഇംപ്രസ്ഡ് ഓൺ മീ ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീം. എൻ്റെ രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നു, അവർ പഠിപ്പിച്ചതാണ്, അങ്ങനെ എപ്പോഴെങ്കിലും കാട്ടിൽ ഒറ്റപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരുവിയെ അന്വേഷിച്ച് പോവുക, അരുവിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഫോളോ ദം ടു ലാർജർ സ്ട്രീംസ്. അവ എവിടേക്ക് നീങ്ങും, അത് നയിക്കുന്ന എവിടേക്കാണ്, വലിയ അരുവികളിലേക്കാണ്. റിവേഴ്സ് ആർ വാട്ട് ദ റോഡ്സ് ആർ ഹിയർ. അപ്പം അങ്ങനെ അത് പുഴയിലേക്ക് പിന്നീട് അത് നയിക്കും. തൊട്ടടുത്ത് പുഴകളുടെ അടുത്ത് റോഡൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അതിലൂടെ നിന്ന് സഞ്ചരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന കാര്യം അവർ പറഞ്ഞിരുന്നു. ആൻഡ് ദ ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. മാത്രമല്ല പുഴകളുടെ തീരങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരും അവരുടെ കൃഷിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ താമസിക്കുന്നുണ്ടാവും. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗം ഇതാണ്, അരുവിയെ എങ്ങനെ പിന്തുടർന്ന് പോകണം. വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റേഴ്സ് അലോങ് എ ബാങ്ക് ആൻഡ് ഓൺലി അഡ്വാൻസ് 100 meters ടുവാർഡ് വൺസ് ഡെസ്റ്റിനേഷൻ. തീർച്ചയായിട്ടും ആ ഒരു തീരം കടന്നു കഴിഞ്ഞ് 100 മീറ്റർ കടക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് എത്തിപ്പെടേണ്ട എവിടെയാണോ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ നിയർ ഓർ ഇൻ ദ സ്ട്രീം. എന്തായാലും അതിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ അവിടെയോ ചുറ്റുപാടോ ഒക്കെ ആയിട്ട് എനിക്ക് താമസിക്കണമായിരുന്നു. ഇറ്റ്സ് ബാങ്ക്സ് വേർ ഓവർഗ്രോൺ വിത്ത് ടാങ്കിൾഡ് വൈൻസ്. അപ്പോൾ ഈ ഒരു തീരങ്ങളുടെ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കാട് പിടിച്ച ഓവർഗ്രോൺ, കാട് പിടിച്ച രീതിയിൽ ഒക്കെ ടാങ്കിൾഡ് വൈൻസ്, കെട്ടുപിടിഞ്ഞ രീതിയിൽ കുറേ വള്ളികളിങ്ങനെ, മുന്തിരിച്ചെടികളുടെ വള്ളികളിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മുന്തിരിച്ചെടിയുടെ വള്ളികളുണ്ട്. മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർഡസ് ദുഷ്കരമായ, ഓരോ ചുവടും വളരെ ദുഷ്കരമായിരുന്നു. സംടൈംസ് ഐ ഹാഡ് ടു വെയ്ഡ് ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ്. ചിലപ്പോഴൊക്കെ വകഞ്ഞു മാറ്റുക, വെയ്ഡ് മീൻസ് വകഞ്ഞു മാറ്റുക. ഓക്കെ, ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ് റോട്ടഡ് ട്രീ ട്രങ്ക്സ് ബാഡ് മൈ വേ. പലപ്പോഴും ഞാൻ വെള്ളത്തെ ഒരു വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് എൻ്റെ യാത്ര മുന്നോട്ട് പോയത്. കാരണം അവിടെ വലിയ ജീർണിച്ച മരങ്ങൾ, തടിമരം, ട്രങ്ക്സ്, തടിമരം, റോട്ടഡ് ജീർണിച്ച മരങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാഡ്, നിരോധിക്കപ്പെട്ട നിലയിൽ എൻ്റെ വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. അതുകൊണ്ട് തന്നെ എൻ്റെ നടത്തത്തെ അതിന് വേഗത കുറച്ചു. ഐ തിങ്ക് all of you got the idea about these passages. The remaining part of this topic can discuss in the next class. Have a nice day. Thank you.